ഈ ഞുണ്ണിക്ക കപ്പിൽ ചായ കുടിക്കാനുള്ള നേരവേ ഇന്ന് കിട്ടിയുള്ളൂ. തൂത്തും തുടച്ചും അടുക്കി പെറുക്കി ഒതുക്കി വെച്ചിട്ട് കുറച്ച് ടച്ചപ്പ് വർക്ക് കൂടെ ഉണ്ട്. അതുകൂടെ കഴിഞ്ഞാൽ ഫ്രീ ആണ്. ഫ്രീ ആയെന്നല്ല, ഫ്രീ ആയതുപോലെയാണ്. ഞങ്ങളുടെ ഇടവകയിലെ വീട് വെഞ്ചിരിപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഞങ്ങളുടെ യൂണിറ്റിന്റെ ടേൺ ആണ്. അപ്പൊ ഇന്ന് ഞങ്ങളുടെ വീട്ടില് വികാരിയച്ഛൻ വീട് വെഞ്ചിരിക്കാനായിട്ട് വരുന്നുണ്ട്. വീട് വെഞ്ചിരിപ്പ് എപ്പം നടന്നാലും വെഞ്ചിരിപ്പിന് 1 മണിക്കൂർ മുമ്പെങ്കിലും നമ്മൾ വീടൊക്കെ ഒതുക്കി അച്ഛന് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കും. ഹെവി ആയിട്ടുള്ള എല്ലാ പണികളും, പ്രത്യേകിച്ച് ക്ലീനിങ്ങും അതുപോലെ തന്നെ അടുക്കി പെറുക്കി ഒതുക്കി വെക്കലൊക്കെ കഴിഞ്ഞു. ഇനി ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ കൂടി ഒന്ന് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആത്മസംതൃപ്തി കിട്ടും. വിൻഡോ ഡോർ കർട്ടന്റെ ഒക്കെ അലൈൻമെന്റും കെട്ടൊക്കെ ഒന്ന് ശരിയാക്കണം. ടിഷ്യൂ പേപ്പർ വെക്കാനായിട്ട് ഞാൻ കുറെ നാളുകൾക്ക് മുമ്പ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ച ആ സൂത്രം സൂപ്പർ അല്ലേ, ടിഷ്യൂ പേപ്പറിന്റെ പാക്കറ്റ് ഒക്കെ പൊട്ടിച്ച് ആവശ്യത്തിനുള്ള ടിഷ്യൂ പേപ്പർ ഞാൻ ആ സൂത്രത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ചിരട്ട കത്തിച്ച് കുന്തിരിക്ക ഇട്ട് വീട് മുഴുവനും കുന്തിരിക്കാൻ പോയിക്കണം. അതാണ് അടുത്ത പണി. ഈ ചിരട്ട കത്തിച്ച് കുന്തിരിക്കാൻ പോയിക്കുമ്പോഴത്തേക്ക് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് നമ്മുടെ വീടും പരിസരവും അതുപോലെ മുറികളും എന്തിന് നമ്മൾ തന്നെ ഒന്ന് റിഫ്രഷ് ആകുന്നത് പോലെ. കുന്തിരിക്കത്തിന്റെ മണം ഇങ്ങനെ പരക്കെ പരന്ന ആ പുകയുള്ള അറ്റ്മോസ്ഫിയർ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. പണ്ട് എന്റെ വീട്ടിൽ ഇങ്ങനെ ഒരു ചടങ്ങേ ഇല്ലായിരുന്നു. സത്യത്തിൽ എനിക്കിത് പകർന്നു കിട്ടിയതാണ് കേട്ടോ. എന്റെ കല്യാണം കഴിഞ്ഞ് ഞാൻ ഹസ്ബൻഡിന്റെ വീട്ടിൽ ചെന്നപ്പോൾ അവിടുത്തെ അമ്മച്ചി വീട് മുഴുവൻ ക്ലീൻ ചെയ്തിട്ട് ഇങ്ങനെ കുന്തിരിക്കാൻ പോയിക്കും. അതൊരു വല്ലാത്ത ഫീലാണ്. ഫീൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫീൽ ഗുഡ്. വെഞ്ചിരിപ്പ് കഴിയുമ്പോഴത്തേക്ക് അച്ഛന് കൊടുക്കാനുള്ള റിഫ്രഷ്മെന്റ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് വെജ് മോമോസും ചിക്കൻ നഗറ്റ്സും ആണ്. ഒരു ലൈറ്റ് ഫീൽ തരുന്ന എന്നാൽ ഇഷ്ടത്തോടെ കഴിക്കാൻ പറ്റുന്ന സ്നാക്ക് ഐറ്റം എന്താ കൊടുക്കാന്ന് ഞാൻ ആലോചിച്ചപ്പോഴത്തേക്കാണ് ഇങ്ങനെ ഒരു ഐഡിയ തോന്നിയത്. ഈവനിങ് അല്ലേ, അതുകൊണ്ട് നെസ്കഫയുടെ ഒരു കോഫിയും കൂടെ ആവാന്ന് വിചാരിച്ചു. ഇതൊക്കെ എടുത്ത് വെക്കാനുള്ള പാത്രങ്ങളൊക്കെ ഞാൻ കഴുകി വെച്ചിട്ടാണ് കുന്തിരിക്കാൻ പോകാനായിട്ട് പോയത്. ഇനി ഇതെല്ലാം തുടച്ചെടുക്കണം. പലപ്പോഴായിട്ട് പല സമയത്ത് പല സ്ഥലത്ത് നിന്ന് ഞാൻ വാങ്ങിച്ചിട്ടുള്ള പാത്രങ്ങളൊക്കെ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് പ്രയോജനപ്പെടുന്നത്. ഈ ഡബിൾ ഷെയ്ഡ് വരുന്ന കപ്പ് ഈ വീട്ടിലെ പുതിയ മെമ്പറാണ്. ഇത് ഞാൻ എവിടുന്നാ വാങ്ങിച്ചതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ബഡാ ബസാർ ചേർത്തലേന്ന് വാങ്ങിച്ചതാണ്. നോക്കിയാൽ നല്ല രസമല്ലേ ഇത് കാണാനായിട്ട്. പാത്രങ്ങളും സ്പൂണും കപ്പും ഒക്കെ കഴുകി തുടച്ചു വെച്ചു. ഇനി ഇതെല്ലാം പ്ലേറ്റിലാക്കിയിട്ട് നന്നായിട്ട് മൂടി വെക്കണം. കോഫിയും സ്നാക്സും ഒക്കെ നമ്മൾ നേരത്തെ തന്നെ എടുത്ത് വെക്കുന്നതാണ് നല്ലത്. കാരണം വെഞ്ചിരിക്കുന്ന സമയത്ത് അത് പ്രിപ്പയർ ചെയ്യാനോ അല്ലെങ്കിൽ എടുത്തു വെക്കാനോ ഒന്നും പറ്റത്തില്ല. ഏകദേശം അച്ഛൻ വരാറായി എന്നുള്ള ഒരു സമയത്തിന് ഉദ്ദേശം തൊട്ട് മുമ്പ് നമ്മൾ ഇതെല്ലാം പ്രിപ്പയർ ചെയ്ത് ഇങ്ങനെ മാറ്റി വെച്ചിരിക്കുവേ. മോമോസിന്റെ ഷേപ്പിന് ഒരു ചെറിയ വ്യത്യാസമുണ്ട്. കാരണം ആവി കയറ്റാനായിട്ട് നമ്മൾ ഒന്നിന്റെ പുറത്ത് ഒന്നായിട്ടാണല്ലോ വെച്ചത്. പ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ചെയ്തപ്പോൾ വന്ന രൂപമാറ്റാണ് കേട്ടോ അത്. പ്രത്യേകിച്ച് ഒരു കുഴപ്പമില്ലായിരുന്നു. എന്തായാലും നമ്മൾ കൂട്ടത്തിൽ ആപ്പിളും കൂടെ വെച്ചിട്ടുണ്ട്. അങ്ങനെ വീട് വെഞ്ചിരിപ്പിന് ഞങ്ങളുടെ ഇടവ വികാരിയച്ഛൻ സ്നേഹബഹുമാനപ്പെട്ട ജെയ്സൺ അച്ഛനാണ് വന്നത്. അച്ഛൻ ഞങ്ങളുടെ പുതിയ വികാരിയച്ഛനാണ് കേട്ടോ. കൂട്ടത്തിൽ ഞങ്ങളുടെ യൂണിറ്റ് പ്രസിഡന്റ് ബിജു ചേട്ടനും ഉണ്ടായിരുന്നേ. അങ്ങനെ വീട് വെഞ്ചിരിപ്പ് 2026 വീട് വെഞ്ചിരിപ്പ് സസന്തോഷം കഴിഞ്ഞു. വീട് വെഞ്ചിരിപ്പ് കഴിഞ്ഞ അതേ ദിവസം തന്നെയാണ് സെന്റ് അഗസ്റ്റിൻ ചർച്ചിന്റെ മഠത്തില് 3 വിശുദ്ധരുടെ തിരുശേഷിപ്പ് കൊണ്ടുവന്നു വെച്ചിട്ടുള്ള പ്രാർത്ഥന നടക്കുന്നത്. ഏകദേശം ഇപ്പൊ സമയം രാത്രി 10 മണി ആയിട്ടുണ്ട്. ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനും പ്രാർത്ഥിച്ച് നേടാനൊക്കെ ഒത്തിരി കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് എന്തായാലും ഈ ഒരു അപൂർവ അനുഗ്രഹ നിമിഷം ഞങ്ങൾ മിസ്സാക്കിയില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നമ്മുടെ ചാനലും വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ.